ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക, കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതാ രാവിലെ മക്കളെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞയച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും പാത്രം കഴുകലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഴ ആകുമ്പോൾ തന്നെ നമ്മളെ ഫർണിച്ചറും കാര്യങ്ങളൊന്നും നമ്മൾ നനഞ്ഞൊരു ക്ലോത്ത് വെച്ചിട്ട് തുടക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഉണങ്ങിയ ക്ലോത്ത് വെച്ചിട്ട് പൊടിയാനുള്ള സ്ഥലങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ നോക്കി തുടക്കുകയാണ്. പിന്നെ പൊടി പിടിക്കാനൊന്നും ഞാൻ സമ്മതിക്കാറില്ല, കാരണം ഒന്ന് ഇടവിട്ടിട്ട് എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ പൊടി പിടിക്കുക അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് വെറുതെ തുടച്ചിടുകയൊന്നുമില്ല, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ തുടച്ചിടും. തലേ ദിവസം നന്നായിട്ട് അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ ആ ഒരു ക്ലീനിങ് പരിപാടി എനിക്കില്ല കേട്ടോ. വെറുതെ ഒന്ന് അടിച്ചു വാരിയിടണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഞാൻ പോട്ടിൽ ന്യൂഷൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ഈ ഒരു പോട്ടൊക്കെ. അപ്പോൾ അത് ഇതുവരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നു, അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്യാണ്. പിന്നെ നമ്മൾ ഒരു കബോർഡിലേക്ക് കുറച്ച് ബുക്സൊക്കെ എടുത്ത് വെക്കാണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ അങ്ങനെ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നമ്മളെ മനസ്സിനെ ഹാപ്പിയാക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ അതൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്തു വെക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഓരോന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീനിങ്. അപ്പോൾ അത് ഞാനിങ്ങനെ ചെയ്യും കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അവിടെ നന്നാക്കി വെക്കും, ഇവിടെ നന്നാക്കി വെക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഒരു ഷോക്കേസിൽ ഉണ്ടായിരുന്ന ബുക്സ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ചെയ്യുകയാണ്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മനസ്സൊക്കെ നല്ല ഫ്രീ ആയിട്ടിരിക്കും. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു പുതുമ നിറഞ്ഞതായിരിക്കണം. ഒരു സാധനം വെച്ചിട്ട് തന്നെ വെച്ചിരിക്കാതെ അതൊന്നും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കുക, നല്ലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും കേട്ടോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ. ആയതുകൊണ്ട് ഇരുട്ട് മൂടിയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ നമ്മളെ മാനസികമായിട്ടും. ഇങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോൾ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയും ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുക അല്ലെങ്കിൽ കിടക്കുക അതൊന്നും ചെയ്യാതെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കുകയും ചെയ്യും, നല്ല വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മളിങ്ങനെ ഒതുങ്ങി പൊതിച്ച് മൂടി കിടക്കുകയൊക്കെ ആണെങ്കിൽ നല്ല സുഖമൊക്കെ ആയിരിക്കും, എന്നാലും നമ്മളെ ജോലികളൊക്കെ അവിടെ കിടക്കുകയും ചെയ്യും. ഒരു ഉഷാർ നമുക്ക് കിട്ടിയില്ല, എല്ലാ കാര്യങ്ങളും വൈകുകയും ചെയ്യും കേട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ. നമുക്ക് അകത്തും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും, അതൊക്കെ ഒന്ന് ചെയ്ത് വെക്കുക, അതൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. പൊടിയുള്ള സ്ഥലങ്ങൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ നനഞ്ഞ ക്ലോത്ത് വെച്ചിട്ട് തുടക്കാതിരിക്കുക, പൂപ്പൽ കയറും. അതുകൊണ്ടാണ് നമ്മൾ വെയിലുള്ളപ്പോൾ കുറച്ച് നനഞ്ഞ ക്ലോത്തോട് തുടച്ചാലും പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുമല്ലോ. പിന്നെ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതാണ് കേട്ടോ. കൂടുതൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെക്കും. അപ്പോൾ ഉള്ളിലുള്ള ചെടികളൊക്കെ നമുക്ക് നനച്ചെന്നെ കൊടുക്കണമല്ലോ, അങ്ങോട്ട് മഴ എത്തൂലല്ലോ. അപ്പോൾ നമ്മൾ ബോഗൺവില്ലയിലൊക്കെ നിറച്ചും ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വെയിലൊക്കെ ആകുന്ന സമയത്താണ് നമ്മൾ മതിലിലേക്ക് കയറ്റി വെക്കുക. അപ്പോൾ ഒക്കെ പ്രൂൺ ചെയ്ത് റെഡിയാക്കി വെച്ചതാണ്, ഒക്കെ ഇല വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സിറ്റൗട്ടിൽ വെച്ചിട്ടുള്ള ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വാട്ടം വരുമല്ലോ എന്തായാലും, ഇവിടേക്ക് എന്തായാലും മഴ തട്ടൂല, അതുകൊണ്ടാണ് അതൊക്കെ ഒന്ന് നനച്ച് കൊടുക്കുന്നത്. പുറത്ത് നല്ല മഴയായിരുന്നു കേട്ടോ കുറച്ച് മുമ്പൊക്കെ. ഞാൻ ഇറങ്ങിയ സമയത്ത് മഴയൊന്നുമില്ല, ഞാനിങ്ങ് കയറിയത് നല്ല മഴ പെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചെടികൾ നനക്കുന്ന സമയത്ത് ഇലയോട് കൂടിയിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഞാൻ നനച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ ചെടികളിലൊന്നും പൊടി ഇരിക്കില്ല കേട്ടോ. അപ്പം അങ്ങനെയാണ് കേട്ടോ ഞാൻ നനച്ചെടുക്കുന്നത്. പിന്നെ ഞാൻ അകത്തേക്ക് കയറിയപ്പോൾ മഴയും പെയ്യുന്നുണ്ട് എനിക്ക്. അപ്പോൾ അന്നത്തെ ദിവസത്തെ വീഡിയോ ഇടാണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് കുറച്ച് എഡിറ്റിങ് കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്ത് വന്നിരുന്നിട്ടുള്ളതാണ്. പുറത്തത്തെ ആ ഒരു കാറ്റും വെളിച്ചമൊക്കെ തട്ടിയിട്ട് എനിക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറേ സമയം ഇങ്ങനെ പുറത്തൊക്കെ ഇരിക്കാറുണ്ട്. ഒഴിവ് സമയങ്ങളിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇരിക്കാറുള്ളൂ. എൻ്റെ ജോലികളൊന്നും അവിടെ വെച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ ഇരിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്തു പോവാറുണ്ട്. അപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് ഖുർആൻ ഓതാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്ക് ഉറക്കം വരുന്ന പരിപാടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഓതാനൊക്കെ ഇരുന്നാൽ ഭയങ്കരമായിട്ട് ഉറക്കം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെകളിലാണ് അധികം ഓതുക. അപ്പോൾ നമുക്ക് ആ ഒരു ഉറക്കത്തിൻ്റെ
വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മൾ സുബഹി നിസ്കരിച്ചിട്ട് നമുക്കിങ്ങനെ ഓതിയിരിക്കാൻ സമയമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അങ്ങനെ ഓത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മേലേക്ക് പോവുകയാണ്. അവിടെ കുറച്ച് ആറിടാനും അലക്കാനിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഞാൻ മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മന്തിയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടുമല്ലോ. നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചൂടോടെ തന്നെ വേഗം കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ മഴയും തണുപ്പൊക്കെ ആകുമ്പോൾ വേഗം തന്നെ തണുത്ത് പോകില്ല. അപ്പോൾ രാവിലെ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് കൊടുത്തയച്ചിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ദിവസം കുട്ടിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്താണോ ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് കേട്ടോ ഞാൻ കൊടുത്തയക്കൽ. അപ്പോൾ അതാ ഞാൻ മന്തിയൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഈ ഒരു മന്തിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് കുറേ പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു മന്തി ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാണ് കേട്ടോ ഈ ഒരു മന്തിൻ്റെ പ്രത്യേകത. നമ്മൾ കുക്കറിൽ വെച്ചാൽ നല്ല സോഫ്റ്റായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും വരുന്ന നല്ലൊരു അടിപൊളി മന്തിയാണ്. ഞാൻ പിന്നെ ഇങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ കുക്കറിൻ്റെ അടിയിൽ വിരിച്ചിട്ടാണ് ഞാൻ മന്തി വെക്കാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇറച്ചി കാര്യങ്ങളൊന്നും അടിയിൽ പിടിക്കില്ല. നല്ല ഫ്രൈ ആയിട്ട് ചെയ്ത പോലെയാണ് നമ്മളെ ഇറച്ചിയൊക്കെ ഉണ്ടാവുക. എന്തായാലും ഈ ഒരു മന്തീൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മന്തീൻ്റെ റൈസൊക്കെ ഒന്നിച്ച് തന്നെ ഈ ഒരു കുക്കറിൽ കൊള്ളാത്തത് കൊണ്ട് കുറച്ച് റൈസ് താഴെ അങ്ങനെ ആ ഒരു പോട്ടിൽ വെച്ചിട്ടുള്ളതാണ്. ഒന്നും പ്രശ്നമില്ല. നമ്മൾ ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലാം അങ്ങ് റെഡിയായി കിട്ടും. ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷമാണല്ലോ നമ്മൾ ഇതൊക്കെ ഒന്ന് ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ആകുന്നതുകൊണ്ട് ആ ഒരു റൈസിന് ഒരു പ്രശ്നവുമില്ല. നമ്മൾ അറിയ പോലും ഇല്ല കേട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു റെസ്റ്റ് ടൈമാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ പിന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക തന്നെ വേണം. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാ വൈകുന്നേരം ഞാൻ കുറച്ച് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ചായക്കും വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ വരാനുള്ള ആ ഒരു ടൈമായിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിതാ ഈ ഒരു ചൂടോടെ അവർക്ക് ഞാൻ എന്നൊന്നും ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല കേട്ടോ കുട്ടികൾക്കായാലും. അപ്പോൾ എന്താണോ ഉള്ളത്, ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റാണ് കഴിച്ചതെങ്കിൽ അങ്ങനെ നമ്മൾ വന്നിട്ട് ചോറ് കൊടുക്കും, അത് കഴിക്കും. പിന്നെ നമ്മൾ അന്നിപ്പം മന്തി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഉച്ചക്ക്, അപ്പോൾ അതാണെങ്കിൽ അത് കഴിക്കും. അപ്പോൾ ഇന്ന് രാത്രി അവർ മന്തി കഴിക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ ഞാൻ കുറച്ച് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ നല്ല മഴ പെയ്യുമ്പോൾ ഒക്കെ നല്ല ടേസ്റ്റുമാണല്ലോ ഇങ്ങനെ മുരിഞ്ഞിട്ടുള്ള ആ ഉള്ളിവടയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമ്മളെ ചായൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ എണ്ണൻ്റെ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മളെ സ്റ്റൗവിലൊന്നും എണ്ണ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു എണ്ണയിലിടുന്ന ആ ഒരു കോരിയൊക്കെ അതിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ സ്റ്റൗവിലൊന്നും എണ്ണ ആവില്ല കേട്ടോ. പിന്നെ അത് തുടച്ചെടുക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ആ ഒരു കോരി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്റ്റൗവിലാവുന്ന എണ്ണേൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് നമുക്കങ്ങ് കഴുകിയെടുത്താലും മതിയല്ലോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.